ഹായ്, ചെറിയ വീഡിയോ ആണ്. ഒത്തിരി കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഒരു വളരെ സന്തോഷമുള്ള ഒരു സംഭവം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ട്രാൻസ്മെൻ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫാഷൻ ഷോ വേണം, അല്ലെങ്കിൽ ഒരു ബോഡി ഫിറ്റ്നസ് പോലത്തെ സംഭവം വേണം, അല്ലെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരാൻ, അതായത് അവരെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള പല പ്രോഗ്രാംസും വേണം എന്നുള്ള കാര്യം ഞാൻ പല രീതിയിൽ ചിന്തിക്കാറുള്ള ആളാണ്. പല പല രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ട് ട്രാൻസ്മെൻ ആളുകളുടെ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നില്ല? ട്രാൻസ്മെൻ ആളുകൾ ഒരുപാട് വ്യക്തികളുണ്ടെങ്കിൽ കൂടി അവരുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒന്നും പുറത്ത് വരുന്നില്ല. അവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, മാടത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മോട്ടിവേഷൻ്റെ കുറവ് കാരണമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ചവിട്ടി താഴ്ത്തുന്നതുകൊണ്ടാണോ, അതല്ല അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്. പലർക്കും പല ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മെൻ ആളുകളെ കൊണ്ടുവരാൻ, അവരെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ, ഇങ്ങനെ ആളുകൾ ലോകത്ത് ഉണ്ട് എന്ന് കാണിക്കാൻ, സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ, അതിനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കാര്യങ്ങളാണ് കേട്ടോ, ഏറ്റവും നല്ലൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ കേരളത്തിൽ ക്യൂൺ ഓഫ് ദോയയുടെ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടത്. ക്യൂൺ ഓഫ് ദോയ അപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്ത ക്യൂൺ ഓഫ് ദോയ 2018-19 ഓക്കെ. 18-19-20 ഉണ്ടായിരുന്നില്ല കോവിഡ് വന്നതിന് ശേഷം. പിന്നെ അവർ ഇപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ് വുമണിന് വേണ്ടിയുള്ള ഒരു ഫാഷൻ പജൻറ്റും കാര്യങ്ങളാണ് ക്യൂൺ ഓഫ് ദോയ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ അനൗൺസ്മെൻറ്റ് കേട്ടു, ട്രാൻസ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കിങ് ആൻഡ് ക്യൂൺ ഓഫ് ദോയ എന്നാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമായി കേട്ടപ്പോൾ. കാരണം ട്രാൻസ്മെൻ ആളുകൾക്ക് അവരുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു വിസിബിലിറ്റി കാണിക്കാനുള്ള ഒരു അവസരം കൊടുത്തതിൽ വളരെ സന്തോഷം. വീഡിയോ ഒന്ന് കാണിക്കാം. ട്രാൻസ്മെൻ ആളുകളുടെ ഫാഷൻ പജൻറ്റ് ഒരു 1 മിനിറ്റ് 33 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്, അത് കാണിക്കാം. ഓക്കെ, ഞാനത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു പെർഫോമിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ട്രാൻസ്മെൻ ആളുകളൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ റാമ്പ് വാക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ അവർക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ നല്ലപോലെ കൊടുക്കുന്നുണ്ടാവും ദോയ ടീം. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ഫാഷൻ പജൻ്റൊക്കെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴൊന്നുമല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ട്രാൻസ്മെൻ പെജൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലുമല്ല. ഇതിന് മുമ്പ് 2017 മാനവീയം ഫെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ട്രാൻസ്മെൻ ആളുടെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുംബൈയിലുള്ള കളർ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എല്ലാ വർഷവും ട്രാൻസ്മെൻ ഫാഷൻ പജൻ്റ് നടത്താറുണ്ട്. അവർ എല്ലാ ഫാഷൻ പജൻ്റും നടത്താറുണ്ട്. ട്രാൻസ് വുമൺ, ട്രാൻസ്മെൻ, അങ്ങനെ ഒരുപാട് LGBTIQ ആളുകളുടെ ഫാഷൻ പജൻ്റ് നടത്താറുണ്ട്. അപ്പോൾ അവരും ഓൾറെഡി ട്രാൻസ്മെൻ്റെ ഫാഷൻ പജൻ്റ് ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും പറയും ഇന്ത്യയിലെ ഫസ്റ്റ് ട്രാൻസ്മെൻ പജൻ്റാണ് ക്യൂൺ ഓഫ് ദയ എന്നുള്ളത്. കിങ് ആൻഡ് ക്യൂൺ ഓഫ് ദയ. ഒരിക്കലുമല്ല.
ഇതിന് മുമ്പുള്ള പല ഓർഗനൈസേഷനും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളൊന്നും അറിയാതെ ഇങ്ങനെ പരത്തരുത്, ഒക്കെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ. ഓക്കെ, യെസ്. പിന്നെ പറയുകയാണെങ്കിൽ ട്രാൻസ്മെൻ വിസിബിലിറ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ട്രാൻസ്മെൻ വിസിബിലിറ്റി നമ്മൾ നല്ലപോലെ ഉയർത്തേണ്ട സമയം വന്നിട്ടുണ്ട്. കാരണം പഴയ കാലഘട്ടമല്ല നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കാൻ, പലരും മാളത്തിൽ ഒളിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല എന്ന് പറയാൻ. നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം സത്യത്തിൽ. കാരണം നമ്മൾ വിസിബിലിറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആളുകളുണ്ടെന്ന് ലോകം അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ, അത് നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയില്ല. നമ്മളെ ഒരു മാറ്റി നിർത്തിയ ഒരു വിഭാഗം, അതായത് നമ്മൾ പറയുന്നു ആ ഇതിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ബട്ട് നമ്മൾ നമ്മുടെ ഒരു ഇത് കൊടുക്കണം, നമ്മളെ വിസിബിലിറ്റി കാണിച്ചു കൊടുക്കണം. ഇതൊരു നാണക്കേട് വിചാരിക്കേണ്ട ഒരു വസ്തുതയല്ല, അല്ലെങ്കിൽ കാര്യമില്ല. ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് പറയുന്നത്. ട്രാൻസ്മെൻ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി, അതിന് യാതൊരു വിധ പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ പല ആളുകളും കമൗട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അതിന് പല ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നാളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സഹായം തേടാനോ ട്രാൻസ്മെൻ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വിസിബിലിറ്റി നല്ലപോലെ കാണിച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ വിഭാഗമുണ്ടെന്ന് ലോകം അറിയപ്പെടാതെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ട്രാൻസ്മെൻ ആളുകളുടെ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസൊക്കെ നമ്മൾ തന്നെ പരിഹരിക്കുക. ഉണ്ടാവും, ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വിസിബിലിറ്റി കൂട്ടാനുള്ള വഴികൾ നോക്കുക പല രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ കിങ് ആൻഡ് ക്യൂൺ ഓഫ് ദോയ പ്രോഗ്രാമിന് എല്ലാവിധ വിഷസും. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഓക്കെ, കിങ് ആൻഡ് ക്യൂൺ ഓഫ് ദോയെ പോലെ തന്നെ മുമ്പേ ആസ്ഥാനമായിട്ടുള്ള കളർ പോസിറ്റീവും ഈ വർഷവും അവർ ട്രാൻസ്മെൻ പ്രജൻറ്റ് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാ പ്രജൻറ്റും നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ ഇവിടെ കുറേ പേര് അവർ ഓൾറെഡി അതിന് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ട്രാൻസ്മെൻ ആളുകളുടെ ഒരു കൗണ്ട് കൂടി വരട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.